അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? ഖൈറല്ലേ? ഇന്നിപ്പോൾ ഡിസംബർ 14 വെള്ളിയാഴ്ച. പിന്നെ നാട്ടിൽ 2 മാസം കഴിഞ്ഞ് തിരിച്ചെത്തി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അല്ലേ? അതെ. ഒക്ടോബർ 11 പോയി, ഡിസംബർ 11 തിരിച്ചു വന്നു. എന്തൊക്കെ നാട്ടിൽ പോയിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ പിന്നെ ജ്യേഷ്ഠൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിൽ പോയതാണ്. അതിന് ശേഷം പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ നാട്ടിൽ ചെയ്ത് ഓടി നടന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടാക്കി എന്നൊക്കെയാണ് നമുക്ക് കേൾവി. അപ്പോൾ ചില ചോദ്യങ്ങൾക്ക് 2-3 ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായ മറുപടി തരേണ്ടതുണ്ട്. കാരണം നിങ്ങൾ കുടുംബത്തിൻ്റെ ഒരു വ്യക്തി എന്നതിനപ്പുറം സമൂഹത്തിലെ ആഴത്തിൽ വേരുകളുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് 2-3 ചോദ്യങ്ങൾക്ക് മറുപടി തരേണ്ടതുണ്ട്. അതിനാണ് ഇപ്പോൾ കുളിപ്പിച്ചത്. എന്താണ് നാട്ടിൽ ഉഷാറല്ലേ കുടുംബത്തിനും കുട്ടികൾക്കൊക്കെ? ഞാൻ ഈ കഴിഞ്ഞ ഒക്ടോബർ 11 ഇവിടുന്ന് പോകുന്നത്. പെട്ടെന്ന് ജ്യേഷ്ഠൻ്റെ മരണവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിൻ്റെ മരണാനന്തര ചടങ്ങിൽ വെച്ചിട്ട് നമ്മുടെ പ്രസിഡന്റ് ഇക്ബാൽ, കസാവെ പ്രസിഡന്റ് ഇക്ബാലിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. നാട്ടിൽ ചില ഉഴുതുമറിക്കലുകളൊക്കെ നടത്താൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ 3 ദിവസമായിട്ടുള്ളൂ ജ്യേഷ്ഠൻ, ഇപ്പോൾ പെട്ടെന്ന് വേണ്ട, അതുകൊണ്ട് നിങ്ങൾ ആദ്യം അതിന് റിക്കവറി ആയി, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റു കാര്യങ്ങൾ ആലോചിക്കാം. അവിടെ എന്നോ കസാവെ പറയാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ നടപ്പാക്കാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നടപ്പാക്കിയതിൽ നിന്ന് ബാക്കി പറയാൻ ശ്രമിച്ച കുറച്ച് കാര്യങ്ങൾ നാട്ടുകാരോട് പ്രധാനമായിട്ട് നമുക്ക് അറിയേണ്ടതിൽ പിന്നെ ചില വിവാദ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ആളുകൾ പിന്നെ നിങ്ങളിന്ന് അറിയാൻ ആഗ്രഹിച്ച സംഗതി എന്നാൽ നേരിട്ട് ചോദിക്കാൻ അവർക്ക് പറ്റാത്ത കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ കൃത്യമായ മറുപടി നമുക്ക് കിട്ടണം. പ്രത്യേകിച്ച് നിങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി ഈ പറഞ്ഞ പോലെ ചില ഉഴുതുമറിക്കലുകളൊക്കെ അവിടെ നടത്തിയ സ്ഥിതിക്ക് പ്രധാനമായിട്ട് നിങ്ങളെ വീടിൻ്റെ മുറ്റത്ത് ഒരു കുഴി ഉണ്ടാക്കുകയും അതിനെങ്ങനെ നമ്മളെ ഒരുപാട് ഫോട്ടോയിലൂടെയും ചിത്രത്തിലൂടെയൊക്കെ നമ്മൾ കണ്ടു. എന്താണ് ഈ കുഴിൻ്റെ പിന്നിലുള്ള സാങ്കത്യം? അത് സാധാരണത്തെ ഒരു കുഴിയല്ല, മഴക്കുഴിയാണ്. പ്രകൃതി വെള്ളം സൂക്ഷിക്കാൻ, അത് ഭാവിയിൽ ഉപയോഗിക്കാനുള്ള ഒരു മഴക്കുഴിയായിരുന്നു. ഏറ്റവും വലിയ ശേഷി, ഭൗതിക ശേഷി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യവിഭവമാണ്. ഒരു മിനിറ്റ്. അപ്പോൾ ഈ മഴക്കുഴി ഈ ശക്തിയെ മനുഷ്യ നന്മക്കായിട്ട് ഉപയോഗിക്കുക. അല്ല, ഈ കുഴിയും ജനങ്ങളെ ശക്തിയും തമ്മിൽ എന്താണ്? ജൈവികമായി കിട്ടുന്ന ഈ കുഴി എന്ന് പറഞ്ഞാൽ ജൈവിക അല്ല, മഴവെള്ളം ശേഖരിക്കുക. ഓരോ വീട്ടുമുറ്റത്തും ശേഖരിച്ചു കുത്തൊഴുകി പോകുന്ന ഈ ജലം മനുഷ്യന്റെ പവറായിട്ട് എങ്ങനെ ഉപയോഗിക്കുക എന്നാണ് ഒരു ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തി. നേരത്തെ സോളാർ വെച്ചിട്ടുണ്ട്. അതിൽ എത്ര ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റും? 75,000 ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റും. ആദ്യത്തെ 63,000 അത് നിങ്ങൾക്ക് എത്ര ദിവസത്തിന് ഉപകരിക്കും? എഞ്ചിനീയർ വന്ന് പറഞ്ഞ 63,000 അതിന്റെ പിന്നെ യഥാർത്ഥ എഞ്ചിനീയർ ജലീലാക്ക ഇടപെട്ടിട്ട് അത് 75,000 ആക്കി അതിന്റെ കപ്പാസിറ്റി മാറ്റി. അദ്ദേഹം തന്നെയാണ് അതിന്റെ കുഴിന്റെ നിർമ്മാണവും, അദ്ദേഹം തന്നെയാണ് അതിന്റെ എല്ലാ ഈ കുഴിയിലെ നിർമ്മാണം. അത് വെള്ളം അത് ലീക്കാകാതെ സൂക്ഷിക്കാൻ പറ്റും. അത് സൂക്ഷിക്കാൻ പറ്റും. മാത്രമല്ല 5 ലക്ഷം ആവേണ്ട കുഴി 1,50,000 ഉറുപ്പ്യക്ക് കുഴി ഫിനിഷിംഗ്. അവങ്ങൾക്ക് ആകെ അതിന് ചിലവായത് 1,50,000 ആകെ ഇന്ത്യൻ മണിയെ ചിലവായിട്ടുള്ള. അതിന്റെ ബ്രെയിൻ ഫുള്ള് വർക്ക് ചെയ്തത് നമ്മുടെ നാട്ടിൽ ഒരു ബൈക്ക് മെക്കാനിക്കനായ കസാവയുടെ ഫൗണ്ടറായ ജലീലാക്കയാണ്. അത് ശരി, അങ്ങനെ സംഗതി ഉണ്ടായി. അല്ല, നമ്മളതിൽ പ്രചാരം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കുഴിക്ക് ഒരു 7 ലക്ഷം റുപ്യ 8 ലക്ഷം റുപ്യൊക്കെ വില വരും. അപ്പോൾ അത് മൊത്തങ്ങളെ സാമ്പത്തികനെ തന്നെ തകർക്കാനുള്ള ശേഷിയുള്ള കുഴിയാണ് അത് എന്നൊക്കെ തന്നെ ആ കുയിൽ വെച്ച് മൂടേണ്ടിരുന്നൊക്കെയാണ് കേട്ടത്. ഇതിലൊരു സന്ദേശം ഉണ്ടായിരുന്നു. ആ കുയിൽ നിങ്ങൾ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടെയാണ് നിങ്ങൾ കുഴി വെച്ചല്ലേ. പിന്നെ നമുക്ക് അറിയേണ്ടത്, പിന്നെ നാട്ടിൽ നമ്മൾ ഒരു കളിക്കളമായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ചയൊക്കെ ഉണ്ടായി. ഒരു പ്രൈവറ്റ് കളിക്കളം, അതേമാതിരി കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഇടം. ആ വിഷയത്തിൽ നിന്നൊക്കെ നിങ്ങൾ പിന്നോട്ട് പോവുകയാണ് നമ്മളതിൽ കണ്ടത്. പിന്നെ നിങ്ങൾ പ്രവാസിയുടെ വിഷയം വന്നപ്പോൾ അതിന് കണ്ട ആവേശം ഈ ചെറിയ കുട്ടികളുടെ പിൻതലമുറക്ക് വേണ്ടി അവിടെ നിങ്ങൾ പിന്നെ ചെലവഴിച്ചിട്ടില്ല. എന്താണ് ഇവിടെ നടത്തിയത്? ഏറ്റവും അടിസ്ഥാന വർഗത്തിനോട് അല്ലെങ്കിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗത്തോടാണ് നമ്മൾ ചേർന്ന് നിൽക്കുന്നത്. ഇന്ന് പ്രവാസം തീർത്തും പ്രയാസരഹിതമായ രീതിയിലാണ് പ്രവാസികൾ ജീവിതം മുന്നോട്ട് വയ്ക്കുന്നത്. പ്രവാസരഹിതം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ സൗദിയുടെ തകർച്ച, സൗദിയിൽ നിന്നും ഓരോ ദിവസവും കുത്തൊഴുകി വരുന്ന കേരളത്തിലേക്കുള്ള ജനങ്ങളെടുത്ത് നോക്കിയാൽ മതി. ഓരോ വീട്ടകങ്ങളിലും CH മുഹമ്മദ് കോയ സാഹിബ് ഒരു പുസ്തകം എഴുതിയതിൽ കോൺക്രീറ്റ് സൗധങ്ങളുടെ
ഉള്ളിൽ നിന്നും തീ പുകയാത്ത ഒരു കാലം വരും എന്ന് അദ്ദേഹം ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് ഇന്നത്തെ കാലത്തിനും വേണ്ടിയാണോ എന്ന് സംശയിച്ചു പോകുന്ന രീതിയിലാണ് പ്രവാസികൾക്കും വേണ്ടി ഇടപെട്ടത്. ഒരുപാട് സർക്കാർ ആനുകൂല്യങ്ങൾ. അല്ല, അത് പ്രവാസിക്ക് എന്താണ് ഇപ്പൊ നിങ്ങൾ സൗഖ്യം ഉണ്ട് എന്നാണോ പറഞ്ഞ്, പ്രയാസം ഉണ്ട് എന്നാണോ പറഞ്ഞത്? പ്രവാസികളുടെ നേരത്തെ 50കളിൽ തുടങ്ങിയ പ്രവാസം ഒരു 90കളിലൊക്കെ അല്ലെങ്കിൽ 2000-ലൊക്കെ അതിന്റെ നല്ല യൗവനത്തിലെത്തി. ഇന്ന് 2018 അതിന്റെ വാർദ്ധക്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കടുത്ത പീഡനമാണ് ഓരോ പ്രവാസി അനുഭവിച്ചിരുന്നത്. മാനസികവും സാമ്പത്തികവും ശാരീരികവുമായ പീഡനങ്ങൾ. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മറ്റൊരു സ്രോതസ്, അനേക സ്രോതസ്സുകളുണ്ട്. അവരെ പുനരുദ്ധരണത്തിന്, അവരുടെ ചികിത്സാ സഹായം, മക്കൾക്കുള്ള വിദ്യാഭ്യാസ സഹായം, അവർക്കുള്ള പെൻഷൻ, അവരുടെ മരണാനന്തര സഹായം. പക്ഷെ ഇതൊന്നും നമ്മുടെ നാട്ടിൽ ആർക്കും അറിയില്ല. അപ്പോൾ എന്ത് ചെയ്തു? പ്രവാസി വെൽഫെയർ ഫോറത്തിൻ്റെ ഒരു യൂണിറ്റ് തന്നെ നമ്മുടെ മേഖലയിൽ ഇട്ടു. അതിന് നമ്മുടെ അശോകനെ സെക്രട്ടറിയാക്കി. അങ്ങനെ ഒരുപാട് പ്രവർത്തനം പ്രവാസികൾക്ക് വേണ്ടിയിട്ട് അത് നിങ്ങൾ ചെയ്തതെന്നുള്ളത് കൃത്യമാണ്. അത് കസാബയിലെ ആദ്യത്തെ പ്രോഗ്രാം നടന്നു, രണ്ടാമത് തറട്ടാൽ നിങ്ങളുടെ സംവിധാനത്തിൽ നടന്നു. 33 ആളുകളെ അന്ന് തന്നെ ഓൺലൈനിലേക്ക്. നമ്മൾ കസാബയിൽ നടന്ന പരിപാടിയിൽ ഏകദേശം എത്ര ആൾ വന്നു? 40ഓളം ആളുകൾ. അതിന്റെ തൊട്ടടുത്ത് ഓർഗൻ ബിൽഡിങ്ങിൽ അത് 64 64-ൽ 32 ആളുകളെ സർക്കാരിന്റെ 100 രൂപ വെച്ച് അടക്കുന്ന പിരിവിൽ അതിലേക്ക് പെൻഷൻ പദ്ധതിയിലേക്ക്. ഓക്കെ, ഇതിപ്പോ ഞാൻ ചോദിച്ചത് നിങ്ങളോട് യഥാർത്ഥത്തിൽ ഈ പ്രവാസിനെ കുറിച്ചല്ല. ഞാൻ കുട്ടികളെ കളിക്കടത്തിന് വരുന്നത് ഉത്തരം പറഞ്ഞത് ഈ പ്രവാസിനെ അയക്കാണ് വരുന്നത്. അപ്പം ഇങ്ങനെ ഈ ഒരു പ്രവാസികളുടെ കൂടെ കൂടിയപ്പോൾ നമ്മുടെ ഈ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ കരിയങ്കലിലെ യുവത ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കളിക്കടത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കരുതി അത് അതിനെ ഉപേക്ഷിച്ച് എന്നല്ല. ഈ സജീവ പരിഗണനയിലാണ്. പക്ഷെ ഇതിനൊക്കെ വളക്കൂറുള്ള ഒരു മണ്ണ് അവിടെ ഉണ്ടാക്കുക എന്നായിരുന്നു. പക്ഷെ നിങ്ങൾ അവസാനം ഈ ടൂറൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ നല്ലൊരു വളക്കൂറുള്ള മണ്ണ് അവിടെ ഉണ്ട് എന്ന് ഇന്നലും പറഞ്ഞു. ആ പുതിയ തലമുറ എന്ന് പറയുന്നത് വളരെ പ്രഗത്ഭരായ ഒരു തലമുറയാണ്. നല്ല കുട്ടികളെ ടൂറിനെ പറ്റി പറയുമ്പോൾ 100 നാവിൽ സംസാരിക്കണം. ഏറ്റവും പുതിയ കസാവയുടെ പുതിയ കുട്ടികളുമായി, പുതിയ തലമുറയുമായി സംവദിക്കാൻ അവസരം കിട്ടി എന്നുള്ളതാണ് ആ ടൂറിലുള്ള. അതുകൊണ്ട് തന്നെ ടൂറിന്റെ മുമ്പും ടൂറിന്റെ പിമ്പും കസാവ എങ്ങനെയെന്ന് നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ടൂർ എന്ന് പറഞ്ഞപ്പോൾ അവസാനം നടന്നൊരു പരിപാടി. അതെ, പക്ഷെ എന്നാൽ അതിൽ നിന്നും നമ്മൾക്ക് ഒരുപാട് പാടുണ്ടായിരുന്നു. നമ്മുടെ എളിയ തലമുറയിൽ നിന്നും അവരുടെ ജീവിത രീതി, അവരെ പറ്റിയായിരുന്നു. അവരുടെ അടുത്ത് നിന്നാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ അടുത്ത് ഒന്നുമില്ല. നമ്മുടെ അടുത്ത് ഒന്നുമില്ല. ശൂന്യാണ്. 20 കൊല്ലം കസാവെ നടന്നു വന്ന വഴികളിൽ നിങ്ങൾക്ക് അവസാനം കണ്ടെത്താൻ പറ്റിയ ഈ കുരുന്നുകളടുത്താണ് ഇതിന്റെ യഥാർത്ഥ യാഥാർത്ഥ്യം കിടക്കണമെന്ന് നിങ്ങൾ പറയും. 20 വർഷം ഒരു വഴി കാട്ടി നടന്നു, വഴി വെട്ടിപ്പോയി മുൻഗാമികൾ. എന്നാൽ ആ വഴിയിലൂടെ നമ്മളെന്നെ നടന്നു പോയതാണ് ശരി എന്ന് ധരിച്ചു നിൽക്കുകയായിരുന്നു. പക്ഷെ ആ ടൂർ എന്നെ തിരുത്തി. നമ്മുടെ കുട്ടികൾ പറഞ്ഞു, അങ്ങനെയല്ല വഴി, ഇങ്ങനെയും ഒരു വഴിയുണ്ട്. മാറിയ ലോകത്ത് വെച്ച് ഇങ്ങനെയും സംവദിക്കാം എന്ന് പഠിപ്പിച്ചു. ഇനി അവരിലാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ ഇനി അവരെ കൂടെയാണ്. അവരുടെ ഗ്രൂപ്പിലേക്ക് ഇന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചു. എന്താണ് ഗ്രൂപ്പിന്റെ പേര്? ആ ഗ്രൂപ്പിന്റെ പേരൊക്കെ ഇനി പുറത്തു വിടുന്നതേ ഉള്ളൂ. എല്ലാം പറയല്ല. അവര് കൃത്യമായ ദിശാബോധമുള്ള കുട്ടികൾ. അപ്പോ ഈ കളിക്കളവും അവസാനങ്ങളെ ഈ കുട്ടികളുടെ ടൂറും തമ്മിൽ നിങ്ങൾക്ക് ബന്ധിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അവർക്കൊരു കളിക്കളം ആവശ്യമാണ്. ഇപ്പോഴാണ് നിങ്ങൾക്ക് ബോധ്യം. നേരത്തെ ബോധ്യമില്ലേനി. കാരണം അതുകൊണ്ട് നമ്മൾ കളിക്കളത്തെ കുറിച്ച് നമ്മുടെ സൗദിയിൽ നിന്നൊക്കെ ധാരാളം നമ്മുടെ പ്രവാസികൾ തന്നെയാണ് അതിന്റെ അപ്പോൾ നിലവിലുള്ള പ്രസിഡന്റുമായി നിരന്തരം ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം അനുഭാവപൂർവ്വം അത് പരിഗണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് അതിന്റെ വിഷയങ്ങൾ. പിന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ തീരെ ഇടപെട്ടില്ലെന്നും നമ്മുടെ നാട്ടിൽ ഈ കുട്ടികളെ പറയുമ്പോൾ ഈ കഞ്ചാവ് പറയാക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ഈ കഞ്ചാവ് വിഷയം നമ്മളെ PS ആണ് ഉന്നയിച്ചത്. ആ വിഷയത്തിന്റെ സാങ്കത്യം നിങ്ങളെക്കാളും PS അറിയാം. പക്ഷെ എന്താണ് നിങ്ങൾ അതിന് വേണ്ടത്ര ഒരു പരിഗണന കൊടുത്തില്ല എന്നാണ് നമുക്ക് പറയാം. ഇതൊരു കുഴഞ്ഞു മറിഞ്ഞ ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. എന്നാലും മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. കരുവാങ്കലില് സാംസ്കാരികവാദി 20 വർഷത്തോളം പ്രവർത്തിച്ച ആ പ്രവർത്തനത്തിന്റെ മന്ദീഭാവത്തിലാണ് അവിടെ എത്തിപ്പെടുന്നത്. പിന്നീട് അത്രയും കാലം ചിന്തിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, കുറെ നടപ്പാക്കിയ കാര്യങ്ങൾ അതെന്നെ വീണ്ടും പറയാൻ ശ്രമിച്ചു. അതിലായിരുന്നു ഒരു ലൈബ്രറി. അങ്ങനല്ല, നിങ്ങൾ പറഞ്ഞതിൽ തെറ്റുണ്ട്. കാരണം കസാബ് 20 വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ കാര്യവത്തായ പ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്ന് പറഞ്ഞത് തെറ്റാണ്. നടത്തി. ഇതിന്റെ തൊട്ടു മുമ്പത്തെ പോക്കിൽ അവിടെ നടത്തിയ മാനവീയം
അതുപോലുള്ള വളരെ ശക്തമായ ഈ തലമുറ സംഗമം എന്നൊക്കെ പറഞ്ഞാൽ അതിബൃഹത്തായ ഭയങ്കര പദ്ധതികളാണ്. കാരണം ആസൂത്രണത്തിന്റെ അതിന്റെ കെട്ടുറപ്പിലും അതിന്റെ പിന്നെ ആവിഷ്കാരത്തിലൊക്കെ മികച്ച പരിപാടികൾ. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും കരുവാങ്കല്ല് സാംസ്കാരിക വേദി എന്നോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒരു ലൈബ്രറി. ഈ ലൈബ്രറി എന്ന് പറയുമ്പോൾ സാധാരണ ഒരു വായനാ റൂമല്ല കരുവാങ്കല്ല് കസാവ ഉദ്ദേശിച്ചത്. അത് തീർത്തും ഒരു റെഫറൻസ് ലൈബ്രറി. ഞാനിപ്പോ ചോദിച്ചത് ഈ ലൈബ്രറിയെ കുറിച്ചല്ല, നമ്മൾ അതെ, ഞാൻ അയക്കാണ് വരുന്നത്. അപ്പം ഇത്രയും ചോദ്യത്തിൽ നിങ്ങൾ വഴിതെറ്റി അല്ല, അത്രയും പിന്നെ ബൃഹത്തായ കാര്യങ്ങൾ നമ്മുടെ മൻസൂർ നാമൂസിനെ പോലുള്ള കവികൾ എന്നോ ചിന്തിച്ച കാര്യങ്ങൾ ഇന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലൈബ്രറിയെ പറ്റിയാണ്. അപ്പോൾ അതിപ്പോ അവിടെ ലോഞ്ചിങ് നടക്കാൻ പോകുന്നു. അങ്ങനെ വിപ്ലവകരമായ ഒരുപാട് പ്രവർത്തനം നടക്കാൻ പോകുന്നു. ആ സമയം ആണ് നമ്മൾ ഈ പ്രവാസികളുടെ പ്രശ്നമായിട്ട് വരുന്നത്. എന്നാൽ ഇതിലൊന്നും ഈ കഞ്ചാവ് സമരത്തിൽ ഞാൻ എവിടെയും സംസാരിച്ചിട്ടില്ല, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇത് പിന്നെ ഞാൻ നാട്ടിലെത്തിയ സമയത്ത് എന്നോട് പറഞ്ഞ ഒരു വാക്കെന്താ വെച്ചാൽ, ഈ വിഷയം എടുത്ത് ഉന്നയിച്ച് തന്നെ കസാവയുടെ മുൻ പോരാളി അബ്ദുൽ നാസർ എന്ന് പറയുന്ന PS ബാബു, നിങ്ങളൊക്കെ ഓമനപ്പേരിട്ട് വിളിക്കുന്ന അദ്ദേഹം കൃത്യമായി അദ്ദേഹം ഈ വിഷയം സ്വദേശം മതിയാക്കി പ്രവാസത്തിലെത്തിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്ന ഈ വിഷയം. അദ്ദേഹം വിശദമായി ഈ നിങ്ങൾ ഉന്നയിച്ച ഈ ഡോക്യുമെന്ററി അദ്ദേഹത്തെ വിളിപ്പിക്കാം. അദ്ദേഹം മറുപടി വരണല്ലോ. അപ്പൊ നമ്മളെ PS നമ്മുടെ മുന്നിൽ എന്താണ് ഈ കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. പിന്നെ അപ്പൊ നമുക്ക് നാട്ടുകാരോട് ആ വിഷയം നേരിട്ട് പറയേണ്ടത് എന്താണ് കഞ്ചാവുമായിട്ട് നാട്ടിൽ നടക്കണ ഒരു ആ വിഷയത്തിന്റെ പിന്നെ ഇറക്കി എന്തെങ്കിലും സംസാരിച്ചാണ്. പിന്നെ ഞാൻ പോണത് വളരെ പെട്ടെന്നുള്ളൊരു പോക്കിന്, അങ്ങനൊരു 18 ദിവസത്തിന് വേണ്ടിയിട്ട് വളരെ അത്യാവശ്യം വന്നപ്പോൾ പോയതാണ്. അങ്ങനെ പോക്ക് അങ്ങനെ ഞാൻ ആദ്യം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മളെ പിന്നെ ഈ ആഘോഷത്തിൻ്റെ നമ്മുടെ 20ാം വർഷത്തിൻ്റെ പ്രകടനത്തിൽ ഞാൻ പങ്കെടുക്കും. ഞാൻ ഇവിടുന്ന് ഒരു ദിവസമോ 2 ദിവസം മുമ്പ് ഇങ്ങനത്തെ പോകണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിലും ഒരു പരിപാടി മുൻകൂട്ടി ആണ് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ ആ പ്രകടനത്തിൽ പങ്കെടുക്കും. അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള സന്തോഷവും ഭയങ്കരമായിട്ടുള്ള ആഘോഷമാണ്. അതിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. പിന്നെ ഞാൻ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പം നാട്ടിൽ ഭയങ്കരമായിട്ട് കഞ്ചാവ് വിഷയങ്ങൾ, ഈ വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പലപ്പോഴായിട്ട് അങ്ങാടിക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അങ്ങാടിയിൽ നിന്ന് വലിയൊരു സുഖം കിട്ടണില്ല എന്നൊരു തോന്നലിൽ ഞാൻ ഇതിൽ ഞാൻ മാറി നിന്ന്. നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു വിഷയമാണോ അത് നമ്മുടെ സമൂഹത്തിലെ അതെ 18 ദിവസം കൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാണ്ട് പോരേണ്ടി വന്നപ്പോ അസുഖമായിട്ട് ബന്ധപ്പെട്ടാണ് പോയത്. പിന്നെ ഇവിടെ ഒരാൾക്ക് പോകേണ്ട വിഷയം. അപ്പോ പിന്നെ നമ്മള് ഈ കുറഞ്ഞ 1-2 ആളുകളായിട്ട് ബന്ധപ്പെട്ടപ്പം ഭയങ്കരമായിട്ട് കഞ്ചാവ് വിഷയമാണ് നാട്ടിൽ. ലഹരിക്ക് കഞ്ചാവായിട്ട് ബന്ധപ്പെട്ട് അപ്പോ 2 ദിവസം മുന്നേ നമ്മള് മാനുവായിട്ട് തന്നെ സംസാരിച്ചു. മാനു ഞാനും കൂടി എന്ത് ചെയ്തിരുന്ന് സംസാരിച്ച് ഈ കാര്യങ്ങളുമായിട്ട് സംസാരിച്ച് മാനു ഞങ്ങള് പിന്നെ അവിടെ ഇരുന്നിട്ട് സംസാരിച്ച് അങ്ങനെ ഞാൻ പോരാൻ 2 ദിവസം മുന്നേ നിങ്ങൾക്ക് കറക്റ്റ് ഡേറ്റുകളൊന്നും ഇല്ലാതെ ഉള്ള പോരാണ് ഈ പോരുന്നുണ്ടായത്. പിന്നെ ഒരുപാട് ആളുകൾക്കും കുട്ടികൾക്കും മുകളിലെ കടകൾക്ക് പോകാം. അപ്പൊ അത് നാട്ടിൽ നിന്ന് നേറിയ ഒരു വിഷയം കിട്ടിയപ്പോ അത് വന്ന് ഇവിടെ നമ്മുടെ ഇടപെട്ടിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറ്റവാളികൾ നിങ്ങളാണ്, പിന്നെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള പോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും തുടർന്ന് വന്ന ഒരു പരിപാടി ആ കുറ്റവാളികൾ അത് അതിൽ എന്ത് ചെയ്യാൻ എന്താ മതി, ഇതൊന്നും കൂടി കൊണ്ടുപോയാൽ മതി എന്നുള്ളവർക്ക് വീണ്ടും എന്ത് ചെയ്താണ് ഇവിടുന്ന് ഒരു സപ്പോർട്ടിങ് സ്വഭാവത്തിൽ സംസാരിച്ചത്. വ്യക്തമാണ്. പിന്നെ അയാൾക്ക് സമയം കിട്ടിയില്ല, വീണ്ടും പ്രവാസത്തിൽ വന്നിട്ട് നിങ്ങൾ ഒരു പിന്നെ പ്രതിനിധിനെ അയച്ചിട്ടാണ്. തീർച്ചയായിട്ടും പിന്നെ നമ്മളെ ആള് പോയി അതിന് ശേഷം അവിടെ മണ്ണ് അതോടൊപ്പം അപ്പൊ അത് ക്ലിയർ ആണ്, അത് വിഷയം ക്ലിയർ ആണ്. അപ്പൊ അതിൽ നമുക്ക് എന്താ വെച്ചാൽ സമയം കണ്ടെത്തിയിട്ട് നടത്തേണ്ട ഒരു പദ്ധതി. ഇത്രയും ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ച സ്ഥിതിക്ക് അല്ല 2 സംഗതി കൂടി ബാക്കിയുണ്ട്. ഒന്ന് പിന്നെ അങ്ങാടിയിൽ വെച്ച് നിങ്ങളായിട്ടുള്ള ഒരു സംവാദത്തിൽ ഞാൻ പിന്നെ നമ്മുടെ ക്ലിപ്പുകൾ കണ്ടു. വീട്ടിൽ പെപ്സി വിളമ്പിയതിനെ പറ്റിയും പിന്നെ അതേമാതിരിയുള്ള കുഴി വിവാദത്തിനെ കുറിച്ചൊക്കെ എന്താണ് ഈ വീട്ടിലെ നല്ല ഒരു പ്രണയല്ലേ അന്ന് കഴിഞ്ഞത്. അത്രയും ആളുകൾ കൂടിയിട്ട് ഇത്രയധികം സ്നേഹിച്ച ഒരു വ്യക്തിനെ വേറെ ആരെയും കാണാൻ കഴിയുമോ? ഭൂതകാലത്തിൽ ജീവിക്കുക, ഭൂതകാലത്തിന്റെ ഓർമ്മകളിൽ ജീവിക്കുക, ഈ ഓർമ്മകൾ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തെറ്റിദ്ധരിക്കുക. ഇങ്ങനെ ഒരു സമൂഹത്തിന്റെ ഇടയിൽ അതിലും വലിയ ഒരു പ്രണയം ഇനി എങ്ങനെ കിട്ടും? അതെ
കാരണം ഞാൻ ഭൂതകാലത്ത് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ ആ ഭൂതകാലം ഇന്ന് എന്നും ഭൂതകാലം തന്നെ എൻ്റെ ഇതിൽ കോട്ടിങ് ചെയ്തിട്ട് പുതിയ കാലത്തിനെ സ്വീകരിച്ചുകൂടാ എന്നൊന്നും അഭിപ്രായം എനിക്കില്ല. ഞാൻ പുതിയ കാലത്തിനെ സ്വീകരിക്കുന്നു, ഭൂതകാലവും തലയിക്കൊണ്ടു. എന്നുവെച്ചാൽ എല്ലാ തലമുറയുടെ കൂടങ്ങളുണ്ട്. എന്നുവെച്ചാല് പിന്നെ പെപ്സി വിളമ്പി എന്നുള്ളത് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നില്ല. അതൊക്കെ സംഭവിച്ചു പോയത് സംഭവിച്ചു, ഇനി സംഭവിക്കാനുള്ളതും സംഭവിക്കും. എല്ലാം നല്ലതിനെന്ന് പറയുന്ന ഒരു കൂട്ടത്തിലാണ് നിങ്ങളല്ലേ. അത്തരം പ്രണയത്തെ അല്ലെങ്കിൽ പ്രണയ കൂട്ടങ്ങളൊക്കെ ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യും. അത് നിങ്ങളുടെ പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു രംഗമാണ്. പിന്നെ അതേപോലെ ഒന്ന് നമ്മുടെ വിഷ്വൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട കുട്ടികളായിട്ട് നിങ്ങൾ ഇരുന്നു, അവരായിട്ട് പാട്ട് സംഗമങ്ങൾ നടത്തി. അതെ, പതിരാവരെ ഫാമിലി അടക്കം 40ഓളം പിന്നെ പാട്ടുകാർ നമ്മൾ വളർത്തിയെടുത്ത വിഷ്വൽ യുഎന്റെ പാട്ടുകാർ കൂടിയിരുന്ന് സൗദി ചാപ്റ്ററായിട്ട് സഹകരിച്ചുകൊണ്ട് നല്ല പാട്ടുകാരുണ്ട്. അതെ അതെ അതെ, നമ്മുടെ ഹാരിസ് എന്ന അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്നു നമ്മൾ പാടി. കസാവയില് സംഗീത കൂട്ടായ്മ നടത്തി. കസാവ ഇനിയും പിന്നെ അത്തരം ഒരു കലയിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. കാരണം കലാകാരന്മാരെ വളർത്തിയ ഒരു പാരമ്പര്യം ഇതുവരെ കസാവയിൽ ഉണ്ടായിട്ടില്ല, ബോധപൂർവ്വം വളർത്തിയിട്ടില്ല. കസാവയിൽ നടന്ന ഈ സണ്ണിയം കപ്പിക്കാടിനും വീട്ടിലുള്ള പരിപാടിയൊക്കെ വളരെ സണ്ണിയം കപ്പിക്കാടിന്റെ പരിപാടി ഞാൻ നോക്കിക്കാണുന്നത് ഇന്ന് അക്കാദമിക് തലത്തിലല്ല അദ്ദേഹത്തെ ചർച്ച നടത്തുന്നത്. നേരത്തെ അക്കാദമിക് തലങ്ങളിൽ മാത്രം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഭരണഘടന അവകാശങ്ങൾ ഇന്ന് മീൻ മാർക്കറ്റിലും ഇന്ന് കവലകളിലും ഇന്ന് പൊതുയിടങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പിന്നെ വിമർശകനും കൂടിയായ സണ്ണി കപ്പക്കാരുടെ പരിപാടിയിൽ എനിക്ക് ചോദ്യങ്ങൾ എൻ്റെ സംശയങ്ങൾ അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാൻ കഴിഞ്ഞു. സദസ്യർ ആസൂത്രണം കൊണ്ടും സംഘാടനം കൊണ്ടും ഞാൻ മൻസൂർ നാമൂസിനെ പ്രത്യേകം ഞാൻ എൻ്റെ മുക്തകണ്ഠം അദ്ദേഹത്തെ പ്രശംസിക്കുകയാണ്. ഇനിയും കസാവയിൽ അത്തരം പരിപാടികൾ അദ്ദേഹം നടത്തും എന്ന് ഞാൻ പ്രവാസത്തിൽ ഇരുന്നുകൊണ്ട് ആഗ്രഹിക്കുന്നു. അപ്പം വൈവിധ്യങ്ങളായ പല പരിപാടികളെ കൊണ്ട് നിങ്ങളെ യാത്ര പരിപൂർണമായി മനോഹരമായി കണ്ട ഒരു സ്വപ്നം പോലെയാണ് 60 ദിവസം എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു. അതിൽ നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ട എന്താ സംഗതി, ഞങ്ങളുടെ വീട്ടിൽ ചെന്നാൽ ഒരു ഗൗവ കിട്ടും. ഒരു ഗൗവയാണ് ഇപ്പൊ ജനങ്ങൾക്ക് മറ്റേ ചായ കൊടുക്കലുണ്ട്. ഈ ഗൗവ കിട്ടണതിന്റെ സാങ്കത്യം അതിന് എന്നെ പ്രേരിപ്പിച്ച ചേതോവികാരം, ഞാൻ എൻ്റെ സഹധർമ്മിണിക്ക് വിളിക്കും ആളുകൾ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ചില പിന്നെ ഭാവാദികൾ എന്നെ പലപ്പോഴും വേദനിപ്പിക്കാറുണ്ട്. ഓരോ 10 മിനിറ്റിന്റെ ഇടയിൽ വീട്ടുകാർ ചായ രാവിലെ ഉണ്ടാക്കി വെക്കും, വൈകിട്ട് വരെ വരുന്നവർക്കൊക്കെ അപ്പൊ അങ്ങനെ വളരെ രസകരമായിട്ട് 2 മാസങ്ങൾ സഹധർമ്മിണി സംതൃപ്തയാണ്. അതുകൊണ്ട് തന്നെ 4 കിലോ തടി കൂടിയമായിട്ടാണ് അത് വിമർശകർ പല ഉന്നയിക്കും. ഞാൻ പിന്നെ പലത് ചോദിക്കാണ്ട് രാവിലെ തങ്ങളുടെ നടത്തം, പിന്നെ ഈ നടത്തം കഴിഞ്ഞിട്ട് ജനങ്ങളുള്ള വീടുകളിലുള്ള സന്ദർശനം, അങ്ങനെ ഈ വാർദ്ധക്യത്തിലേക്ക് കടന്ന ഈ അവസരത്തിലും എൻ്റെ ഊർജ്ജം നടത്തണം. അപ്പൊ അത് നടത്തം തുടരാൻ തന്നെയാണ്. ഞാൻ എൻ്റെ കുടുംബത്തെ കൂട്ടിയാണ് ഇപ്പൊ നടക്കാറ്. എൻ്റെ മരുമക്കളും എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടികളും എൻ്റെ മക്കളൊക്കെ അതിലേക്ക്. അതിലുള്ള വിമർശനം തന്നെ അവരെ മുട്ടുംകാല് കൂടി തയ്യാറാക്കാനുള്ള നടത്താണോ ഇത് എന്നുള്ളതാണ് ചോദ്യം. അത് പിന്നെ ഉന്നയിക്കുന്നത് ഒരു പ്രമുഖനാണ്, അദ്ദേഹം വീണ്ടും വീണ്ടും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഭാവിയിൽ അദ്ദേഹം നമ്മുടെ കൂടെ വരും. ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഇത്രയൊക്കെ വിഷയങ്ങൾ. പക്ഷേ എനിക്കൊരു ചോദ്യം ചോദിക്കാറുണ്ട്. നിങ്ങൾ പിന്നെ ഇത്രയും ചോദ്യങ്ങൾ പക്ഷെ ഒരൊറ്റ ചോദ്യം, നിങ്ങൾ ഡോക്യുമെൻ്ററി നിർമ്മാണങ്ങളിൽ അതേമാതിരി ഫിലിം ഇത്രയും കാര്യങ്ങളിലൊക്കെ നേരത്തെ തന്നെ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ നേരത്തെ നടത്തിയ പല ആർട്ടിഫിക്കൽ ഈ പിന്നെ കലകളും നാട്ടിൽ ഒരുപാട് ഒച്ചപ്പാടിനും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്കും തിരികൊളുത്തിയിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ കത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങളുടെ ഇതേപോലുള്ള സൗഹൃദ പ്രണയ ഫിലിമുകൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ നമ്മുടെ ബഷീറിനെ പോലെ എഴുത്തുകാരനായ ബഷീർ ശബ്ദങ്ങൾ എന്ന നോവല് ഒരു വെടിവച്ച പോലെ ഇന്നും കേരളത്തിൽ മുഴങ്ങിക്കൊടുക്കുന്ന ആ പിന്നെ പടഹധ്വനി ഒഴിവാക്കിയിട്ട് അവസാന കാലത്ത് അദ്ദേഹം പ്രേമലേഖനം, അദ്ദേഹം പിന്നെ ഫാത്തുമ്മയുടെ ആട്, ബാല്യകാല സഖി, ഇങ്ങനത്തെ പ്രണയലേഖനങ്ങളെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ യുദ്ധം ഒഴിവാക്കിക്കൊണ്ട് പ്രണയത്തിലേക്ക് ഇതേപോലുള്ള സൗഹൃദ കൂട്ടങ്ങളിലേക്ക് കടന്നു വരാൻ കാരണം? നിങ്ങളുടെ ചിന്തയിലും ഈ വലിയ എഴുത്തുകാരെ പോലുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ? ഈ ടോൾസ്റ്റോയി യുദ്ധവും സമാധാനവും എന്ന് പറഞ്ഞ നോവലുണ്ട്, ലോകപ്രശസ്തമാണ്. അപ്പം ഏത് യുദ്ധത്തിന് ശേഷം ഒരു സമാധാനം വേണം, അപ്പോഴാണ് എന്തുള്ളത് അതിന്റെ ശരിയാവുള്ളൂ, പ്രപ്പോഷൻ ശരിയാവുള്ളൂ എന്ന മാതിരി. പിന്നെ എപ്പോഴും നമ്മൾ സമൂഹത്തോട് കലഹിക്കണം,
പിന്നെ അവരോടൊപ്പം ചേരണം, Okay. അവരോട് ഇഷ്ടപ്പെടണം, അവരെ പ്രണയിക്കണം. Okay. അപ്പോഴാണ് അതിന്റെ പൂർണ്ണത വരിക. Okay. കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ സമൂഹത്തോട് ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഇത്തരം സംഘർഷങ്ങളും പിന്നെ സമാധാനങ്ങളും സന്ധികളും പ്രണയവും പിന്നെ അതൊക്കെ എന്താ ഇഷ്ടത്തിന്റെ ഭാഗം. അപ്പൊ പ്രണയിച്ചും കലഹിച്ചും സംവദിച്ചും നമ്മളെ ജീവിതം. അതുകൊണ്ട് തന്നെയാണ് ഈ മാറ്റങ്ങളൊക്കെ വരുത്തുന്നത്. നമ്മൾക്ക് ആരോടും പ്രത്യേകമായ ഉദ്ദേശമോ വെറുപ്പോ എല്ലാ കലാകാരന്മാരെ പോലെ തന്നെ അത്രയേ ഉള്ളൂ. അപ്പൊ തെളിഞ്ഞ ഒരു തെളിനീരാണ് നമ്മുടെ ജീവിതം അല്ലേ? അപ്പൊ നമുക്ക് മറുപടി നിർത്താം. വ്യക്തമാണ്.